ഈ വ്ളോഗ് ചെയ്ത് കുടുംബം തകർക്കുന്ന കുറച്ച് താത്താ വ്ളോഗർമാരുണ്ട്. ഡൈവോഴ്സ് എന്ന് വെച്ചാൽ എല്ലാത്തിനും പരിഹാരമാണ്. അതുകൊണ്ട് എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യണം. വീട്ടിൽ നിൽക്കുമ്പോൾ കുളിക്കാൻ സോപ്പ് തന്നില്ലെങ്കിൽ എന്തു ചെയ്യും? വീട്ടിൽ നിൽക്കുമ്പോൾ എണ്ണയും ചകിരിയും തന്നില്ലെങ്കിൽ എന്തു ചെയ്യും? പിന്നെ നമ്മൾ ഉടൻ ചെയ്യേണ്ടത് വിവാഹമോചനമാണ്. അത് നേടുന്നതിലൂടെ നാം അങ്ങ് സ്വതന്ത്രരാകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന പെണ്ണുങ്ങളിലേക്കെല്ലാം ഈ ഡൈവോഴ്സിൻ്റെ ഗുണഗണങ്ങളും അതിൻ്റെ മഹത്വങ്ങളും ഒക്കെ വിളമ്പുന്ന കുറച്ച് താത്താ വ്ളോഗർമാർ, സുലുയിത്ത, സുമിയിത്ത, സുക്കീറിത്ത എന്നൊക്കെ പറയുന്ന പേരുകളിൽ വന്ന് ഇങ്ങനെ അങ്ങോട്ട് വിളമ്പുമ്പോഴേക്കും കുറച്ച് ആൺകോഴികളാകട്ടെ ഭയങ്കരമായ ആവേശത്തോടെ ഇത്തായിക്ക് പിന്തുണയുമായി വലിയ കയ്യടിയാണ്. ഞാനിത് കാണുന്ന പെണ്ണുങ്ങളോട് പറയുകയാണ്, ആണുങ്ങളോടും. കുടുംബജീവിതം പരസ്പരമുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതിനോടുകൂടി തന്നെ അവസാനം വരെ പൊരുതി ജീവിതത്തെ ശരിയാക്കലിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രണ്ടുപേരും പരിശ്രമിക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. ഇതിപ്പോൾ ഇത്തായെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ കുറേ പെണ്ണുങ്ങൾ കാണുകയും അതിലൂടെ വരുമാനം കിട്ടുകയും അതുവഴി ഇക്കായ്ക്കും ഇത്തായ്ക്കും സുഖമായി ജീവിക്കാനുള്ള അവസരമുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്തായ്ക്ക് ഇതുപോലൊക്കെ ഈ വ്ളോഗിങ്ങുമായി ലോകം മുഴുവൻ നടക്കണമെങ്കിൽ ഒരു മമ്മൂഞ്ഞായ കെട്ടിയവനാണ് ആവശ്യമെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അത്തരം മമ്മൂഞ്ഞായവന്മാരെ ചെവിക്ക് പിടിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ സന്തോഷം അനുഭവിച്ച് എവിടെയെങ്കിലും പോവുകയായിരിക്കും. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ സാധ്യതകൾ കൂടി ഉൾക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളെ സമീപിക്കാൻ എന്ന് പറയുന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിലവിൽ വന്നതോടുകൂടി അച്ഛനും മകളും അമ്മയും മോളും എല്ലാവരും പലതരത്തിലുള്ള കൃഷികളും പലതരത്തിലുള്ള വിളകളും ഒക്കെ എടുക്കുന്നതിൻ്റെ വീഡിയോകളാണ് നിറയെ കാണാനുള്ളത്. പ്ലാവിലെ ചക്ക പരിശോധിക്കുന്ന അച്ഛനെയും മകളെയും കാണാം. ചക്കയുടെ വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നടക്കുമ്പോഴും ഓടുമ്പോഴുമുള്ള ദൃശ്യഭംഗി ഇതൊക്കെ ഇടുമ്പോഴേക്ക് ഇത് കാണുന്നതിലെങ്കിലും ഒരു ആനന്ദം കണ്ടെത്തുന്ന കുറച്ച് ആൺകോഴികൾ അവിടെ നന്നായി കൊക്കരിക്കുകയും ഭയങ്കരമായ 300K 400K 500K 600K ഒക്കെ വ്യൂസുമായി കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അതിന് അച്ഛനും മോളും ചക്കക്കൃഷിയും വാഴക്കൃഷിയും ഏത്തയ്ക്ക കൃഷിയും പൊടിച്ച് നടത്തുകയാണ്. ഇതിൻ്റെ വേറൊരു ഇനമാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള കുറച്ച് താത്താ വ്ളോഗർമാർ. ഈ താത്താ വ്ളോഗർമാരുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും കുടുംബത്തിൽ സമാധാനമോ സ്വസ്ഥതയോ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുഴപ്പമില്ല. കുറച്ച് പേര് പാചകവുമൊക്കെയായി ആ വഴിക്ക് അങ്ങ് പോവുകയാണ്. മറ്റു കുറച്ച് പേർ സൗന്ദര്യവർദ്ധനമൊക്കെ ആയിട്ട് പോകുന്നു. അതൊക്കെ പോകട്ടെ, അതൊക്കെ ഓരോരുത്തരുടെയും ഒരു മേഖലയാണ്. പക്ഷേ കുടുംബ ബന്ധങ്ങൾക്കകത്ത് കയറി ഇത്തരം ചില കാര്യങ്ങൾ ഇല്ലാത്തതും ഉള്ളതും അല്പമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുമായ കാര്യങ്ങളെ ഊതിപ്പെരിപ്പിച്ച് ഒന്നെങ്കിലില്ല ജസ്ന സലീമിൻ്റെ ഭർത്താവ് സലീമിനെ പോലെ ജസ്നായെ പടം വരപ്പിച്ചും റീലെടുക്കാൻ വിട്ടും അതിൻ്റെ റീച്ചും മറ്റേതും ആസ്വദിക്കുന്ന പോലെ ചില ഇക്കാമാരിരുന്ന് പറത്തി വിടുന്ന പട്ടങ്ങളാണിവർ. ഇവർ പറന്ന് ഇങ്ങനെ തുള്ളിക്കളിച്ച് എല്ലാ വീടുകളിലും എത്തുകയാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളുടെ കയ്യിലും പുരുഷന്മാരുടെ കയ്യിലും ഇപ്പോൾ ഈ സുന ഉണ്ടല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് ഓപ്പണാക്കി വെച്ചിട്ട് പിന്നെ ഇത്തയുടെ അഭിനയവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കാണുകയാണ്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമുക്ക് കണ്ടാൽ നമ്മളില്ല പറഞ്ഞതുപോലെ ഹിജാബുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ത വിശദീകരിക്കുന്നത് എന്താണ്? ഒരു വീട്ടിൽ നമുക്ക് സാരി വാങ്ങിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ആ സാരി വാങ്ങിച്ചു തരുന്നതിനിടെ ജീവിതമെന്ന് പറയുന്നത് ഭർത്താവിനും ഭാര്യയ്ക്കുമൊക്കെ ഒരുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ഫലിത രൂപേണ പറഞ്ഞാൽ ഈ പെണ്ണിനും ആണിനും എല്ലാം കളിപ്പ് പറ്റി എന്ന് പലപ്പോഴും തോന്നുന്ന രണ്ട് സന്ദർഭങ്ങൾ, ഒന്ന് വീട് വെക്കുമ്പോഴും ഒന്ന് പെണ്ണ് കെട്ടുമ്പോഴുമാണ്. എല്ലാവർക്കും അത്തരം ഒരു ചിന്തയുണ്ട്. നമ്മുടെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും ഉണ്ടായിരുന്നിരിക്കണം അങ്ങനൊരു ചിന്ത. അങ്ങനെയൊക്കെയുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിനിടയിലൂടെ ചില ചേർന്നു പോകലുകളുടെ സാധ്യത കണ്ടെത്തി മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലുള്ളത്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കിടാറുണ്ട്. അവൾക്ക് എന്നോട് ചിലപ്പോൾ അതൃപ്തി തോന്നിയ നിമിഷങ്ങളുണ്ടാവാം, എനിക്ക് അവളോട് അതൃപ്തി തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടാവാം. മനുഷ്യജീവിതം സ്വാഭാവികമാണ്, ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അവിടെ ആണും പെണ്ണുമൊക്കെ ഒരുപോലെ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതല്ലാത്ത കുറേ ആളുകളുണ്ട്, രാവിലെ മുതൽ വെള്ളമടിച്ച് കുടിച്ച് പെടുത്ത് എവിടെയെങ്കിലുമൊക്കെ റോഡിൽ കിടക്കുന്നവർ. അവരുടെ മേൽ വലിയ സമ്മർദ്ദമൊന്നുമില്ല. അവർക്ക് വേറെ ആകെ അവരുടെയൊക്കെ വീടുകളിലുള്ള ആകെ ഡിമാൻഡ് ഒന്ന് വെള്ളവടി നിർത്തണം എന്നുള്ളതാണ്. പിന്നെ നാട്ടിലായാലോ അങ്ങനെ കിടക്കുന്നവന് വലിയ അംഗീകാരമാണ്. അവന് ഫാൻസ് ക്ലബ്ബുണ്ട്, അവൻ്റെ എന്താ പറയുന്നത് മരണവാർഷികങ്ങൾ ആഘോഷിക്കാൻ ആളുകളുണ്ട്. കാരണം എന്താ? ആർക്കാണ് ഈ ശത്രുക്കളുള്ളത്? വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ വളരെ ബ്രൈറ്റായി രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ മക്കളെ നോക്കി പോകുന്നിടത്താണ് എല്ലാവർക്കും കലിപ്പും അസൂയയുള്ളത്. അടിയും വഴക്കും നടക്കുന്നിടത്ത് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരെ അടുപ്പിക്കാൻ ആവശ്യമായ ഇന്ധനം
കഴിയുന്ന ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആയ ആളുകളും അയൽക്കാരും എല്ലാം കൊടുക്കും. ഇതങ്ങോട്ട് കയറുന്നു എന്ന് തോന്നിയാൽ പിന്നെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടേയിരിക്കും. ഇത് പതുക്കെ തട്ടിക്കളഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഈ വിഷയം തീർന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലൊരു കാര്യമില്ലാത്തത്. ചിലപ്പം ഈ വീഡിയോ എടുക്കുന്ന ഇത്തായിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കാണും. അത് ചിലപ്പോൾ ഓരോരുത്തരുടെ അനുഭവത്തിൻ്റെ മാത്രം കാര്യമാണ്. അങ്ങനെ ഒരുപാട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്, ഒരുപാട് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. അങ്ങനെ എന്തെല്ലാം ടൈപ്പുണ്ട്. ഒരു പുരുഷൻ അനുഭവിച്ച സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയോടൊപ്പം താമസിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരാളുമായിട്ട് പോകും, പോയിട്ട് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരും. അവസാനം ഒരു പോക്ക് അങ്ങ് പോയി ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്താ, വീടും സ്ഥലവും മറ്റേതും എല്ലാം വേണം. മക്കളും അവനുമായി പ്രതിസന്ധിയിലാണ്. അതൊരു പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നമാണ്, ഇങ്ങനെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവനൊരു വീഡിയോ എടുത്ത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോൾ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ ഓരോ വീട്ടിലും രാവിലെ മുതൽ വൈകിട്ട് വരെ അല്ലെ ഉച്ചയ്ക്ക് വൈകുന്നേരം സന്ധ്യയ്ക്കൊക്കെ അവസാനിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ വലുതാക്കി ഇതിനകത്ത് മുഴുവൻ ആണുങ്ങളും എന്തോ വല്ലാത്ത പ്രതിക്കൂട്ടിലാണ്, അവരുടെ കുഴപ്പം കൊണ്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വരുത്തി തിരിച്ചു മറിച്ചും വരുത്തി രണ്ട് പക്ഷത്തും ഉണ്ട്. എന്തിനാണ് പിന്നെ ഈ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് വെക്കുന്നത്? എന്തിനാണ് ഓരോ വിഷയങ്ങളെയും അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കുന്നത്? അതിനു പകരം ജനറലൈസ്ഡായി ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടാക്കി കുടുംബം കലക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെ, പ്രിയപ്പെട്ട കുടുംബമായി ജീവിക്കുന്ന സ്ത്രീകളും മനസമാധാനം വേണ്ടവരും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അവർ ചില പ്രശ്നങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. അവരിലേക്ക് അതിങ്ങനെ ചെല്ലും. ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ, അത് അനാവശ്യമായ സംശയങ്ങളും അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളും പല വീടുകളിലും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം താത്താ വ്ളോഗർമാരുടെ സ്വന്തം അനുഭവ കഥകളും കുടുംബം കലക്കി എങ്ങനെയെങ്കിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻറ്റൻഷൻസും ആ ലക്ഷ്യങ്ങളും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ പറയുന്ന ചില മുസ്ലിയാക്കന്മാരെ നമ്മൾ പറയുമല്ലോ, ചിലരെ, എല്ലാവരെയും അല്ല, ചിലരുടെ പ്രസംഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം, അത് ടോക്സിക് ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത്. ഇതും ടോക്സിക് ആണെന്ന് മറന്നു പോകരുത്.